ഈ അമ്മ എന്നത് താരസംഘടനയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അമ്മയിലെ മറ്റ് താരങ്ങളുടെ മൊഴികൾ, ആ മൊഴികൾ എങ്ങനെയായിരുന്നു, അതോടൊപ്പം തന്നെ ആ മൊഴികളെ എങ്ങനെയാണ് കോടതി നിരീക്ഷിച്ചത് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ അമ്മയിലെ താരങ്ങളുടെ മൊഴിമാറ്റം എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ മൊഴിമാറ്റങ്ങൾ ദിലീപിന് അനുകൂലമായി മാറി എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഗൂഢാലോചനയെ സംബന്ധിച്ച് പല താരങ്ങളും നൽകിയിട്ടുള്ള മൊഴി എന്നത് തങ്ങൾക്കതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. ഈ കേസിൽ ആകെ ഏതാണ്ട് 28 പേർ ആണ് മൊഴി മാറ്റിയിട്ടുള്ളത് എന്നതാണ്. അത് പൂർണ്ണമായും സിനിമാ താരങ്ങൾ അല്ല എന്നത് കൂടി സൂചിപ്പിക്കട്ടെ. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ദിലീപിനെ ചികിത്സിച്ച ഡോക്ടർ ഉൾപ്പെടെയുള്ളവരെല്ലാം ആ പട്ടികയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പ്രധാനമായും മൊഴി മാറ്റിയവരിൽ ഇടവേള ബാബുവുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, സിദ്ദിഖുണ്ട്, ഭാമയുണ്ട്, കാവ്യ മാധവൻ, നാദിർഷ, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ മൊഴി അത് വളരെ പ്രധാനപ്പെട്ടതായി ഈ വിധി പ്രസ്താവത്തിൽ മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മഞ്ജുഷ് ഗോപാലാണ്. മഞ്ജുഷ്, അങ്ങേറ്റം സങ്കീർണമായ വാദപ്രതിവാദങ്ങൾ, ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക എന്നത് തന്നെ ഏറെ പ്രയാസകരമാകുന്ന സാഹചര്യമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 1700 പേജുള്ള ഒരു വിധി പ്രസ്താവം എന്ന് പറയുമ്പോൾ തന്നെ ആ വിധി പ്രസ്താവം തയ്യാറാക്കുന്നത് എത്രത്തോളം ശ്രമകരമാണ്. അതിൽ ഒന്നാം വിറ്റ്നസ് മുതൽ 261 വിറ്റ്നസ്സുമാർ, തെളിവുകൾ, ഇതെല്ലാം ഒരൊറ്റ ബ്രെയിനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിലെ പിഴവുകളും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം അതാണല്ലോ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ അപ്പീൽ കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റുകളിൽ പിഴവുകൾ ഉണ്ടാകും എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമേ അപ്പീൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആ മുറയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോഴിതാ ഈ അമ്മയിലെ സംഘടനയിൽപ്പെട്ടിട്ടുള്ള താരങ്ങൾ നൽകിയിട്ടുള്ള മൊഴികൾ, അതിനുശേഷം അവരുടെ മൊഴിമാറ്റം, അതൊക്കെ എങ്ങനെയാണ് ഈ കേസിൽ പ്രതിഫലിച്ചത് മഞ്ജു? നമ്മൾ അമ്മയിലെ താരങ്ങൾ അതിജീവിതയ്ക്കെതിരെ മൊഴി നൽകി എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും അമ്മ പറയാറുള്ളത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള കാര്യമാണ്. അതേസമയം മുൻപ് മോഹൻലാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദിലീപിനായി പ്രാർത്ഥിക്കുന്നു എന്ന കാര്യം. അന്നത് വലിയ വിവാദമായതാണ്. പക്ഷേ ഈ ട്രയൽ നടന്ന സമയത്തൊക്കെ ബഹുഭൂരിപക്ഷം ആളുകളും അമ്മയിലെ താരങ്ങൾ ദിലീപിന് അനുകൂലമായാണ് മൊഴി നൽകിയത്. നിർണായകമായി മാറുകയായിരുന്നു അവരുടെ മൊഴികൾ. അത് ഗൂഢാലോചന തെളിയിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ മോട്ടീവ് തെളിയിക്കുന്ന കാര്യത്തിലും അതിനിർണായകമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞത് അതിജീവിതയുടെ മൊഴിയാണ്. ആ അതിജീവിതയുടെ മൊഴിയെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള മൊഴികൾ അമ്മയിലെ താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതാണ് സിദ്ദിഖിന്റെ കാര്യം പറഞ്ഞത്, ഇടവേള ബാബുവിന്റെ കാര്യം പറഞ്ഞത്, കാവ്യ മാധവന്റെ കാര്യം പറഞ്ഞത്. ഇവർ മാത്രമല്ല, മറ്റുള്ള ആളുകളും ഉണ്ട്. ഇതിൽ അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന് പോരാടിയവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ജു വാര്യരുടെ മൊഴിയാണ്. അവർ മൊഴി മാറ്റിയിട്ടില്ല ഒരു ഘട്ടത്തിലും. അതുപോലെ തന്നെ സംയുക്ത വർമ്മയുടെ മൊഴി, അതിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഗീതു മോഹൻദാസിന്റെ മൊഴി, അതിലും ഒരു മാറ്റമില്ല. പിന്നെ അതിജീവിതയുടെ മൊഴി. ഇത്രയും പേർ ഒരേ സ്വരത്തിൽ നിന്ന് പോരാടിയെങ്കിലും പരാജയപ്പെടുന്നതിന് കാരണം എന്ന് പറയുന്നത് അതിൽ പല കാരണങ്ങളുണ്ട്. പല സാക്ഷികളും ദിലീപിന് അനുകൂലമായി മൊഴി നൽകിയവരാണ്. അത് ഗൂഢാലോചനയുടെ കാര്യത്തിലും പ്രേരണയുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അമ്മയിലെ ഈ താരങ്ങൾ ദിലീപിന് അനുകൂലമായും അതിജീവിതയുടെ വാദങ്ങൾ ഖണ്ഡിച്ചുകൊണ്ടും മൊഴി നൽകിയത് ഈ കേസിൽ പരമപ്രധാനമായ കാര്യമായി എന്നതിൽ സംശയമില്ല. നമുക്ക് ഓരോന്നും എടുത്തു വെച്ച് പരിശോധിക്കാം. ആദ്യമായി ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ അതിലേക്ക് ആവശ്യമായ ഒരു മോട്ടീവ് തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ ആ മോട്ടീവ്, അതായത് എന്താണ് ഇതിനുള്ള പ്രേരണ, ദിലീപിനുണ്ടായ പ്രേരണ എന്താണ് എന്ന കാര്യം തെളിയിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനമായും ആശ്രയിച്ചത് അതിജീവിതയുടെ മൊഴിക്ക് പുറമെ മഞ്ജു വാര്യരുടെ മൊഴിയായിരുന്നു. മഞ്ജു വാര്യരാണ് നിർണായകമായ ആ മൊഴി നൽകിയത്. അതായത് അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുത ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന്. അതായത് അതിജീവിത കാവ്യ മാധവനും ദിലീപുമായിട്ടുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറയുകയും അങ്ങനെ ദിലീപിന് അതിജീവിതയോട് ശത്രുത ഉണ്ടാവുകയും അങ്ങനെ അത് പൾസർ സുനിയിലേക്ക് ഒരു കൊട്ടേഷൻ വരികയും ചെയ്തു എന്നുള്ളതാണല്ലോ. പക്ഷേ അവിടെ മഞ്ജു വാര്യർ നൽകിയ മൊഴിയും അതിജീവിത നൽകിയ മൊഴിയും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകാരായ ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും നൽകിയ മൊഴിയും ഒരേപോലെ തന്നെയാണ് വന്നത്. പക്ഷേ അവിടെ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഇതേ മൊഴികൾ കൊടുത്തിട്ടില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു എന്ന കാര്യം ശരിയാണ്. പക്ഷേ അതിനും
പുറമെ അവിടെ മറ്റുള്ളവർ ഇപ്പോൾ ദിലീപിന് അതിജീവിതയുമായി ശത്രുതയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മഞ്ജു വാര്യർ നൽകിയ മൊഴികൾ, ആ മൊഴിയെ സാധൂകരിക്കണമെങ്കിൽ ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തെ ചില മൊഴികളാണ്. അതായത് കാവ്യ മാധവനും അതിജീവിതയും ദിലീപും ഒന്നിച്ച് അമേരിക്കൻ യാത്രയും അതുപോലെ തന്നെ യൂറോപ്യൻ യാത്രയും നടത്തിയ സമയത്ത് ഒന്നിച്ചുണ്ടായിരുന്ന മറ്റ് താരങ്ങളുടെ മൊഴി അതിൽ അതിനിർണായകമായിരുന്നു. പക്ഷേ അവരാരും ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പറ്റിയ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊഴി നൽകിയിട്ടില്ല എന്നത് പരമപ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ സന്ദർശനത്തിനിടെ ബസ്സിൽ വെച്ച്, താരങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൽ വെച്ച് ഒരു വഴക്കുണ്ടായി. അവിടെ വെച്ച് ദിലീപ് അതിജീവിതയുടെ അടുത്ത് വന്നിരുന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ മഞ്ജു വാര്യരോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് തനിക്കും കാവ്യയ്ക്കും എതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാറ്റി പറയണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് മഞ്ജു വാര്യരോട് പറയണം എന്ന് ആവശ്യപ്പെടുകയും അതല്ലെങ്കിൽ അനുഭവിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതന്ന് അതിജീവിതം സമ്മതിച്ചിരുന്നില്ല. ഞാൻ അങ്ങനെ മാറ്റി പറയില്ല, അത് എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് എന്ന് അതിജീവിത പറഞ്ഞു. ഈ കാര്യം അതിജീവിത മൊഴിയായിട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു താരവും, അത് പ്രോസിക്യൂഷൻ സാക്ഷികളായി ചേർത്തിരുന്ന ഒരു താരവും അതിജീവിത പറഞ്ഞ മൊഴിക്ക് സമാനമായ മൊഴി നൽകിയിട്ടില്ല. അതായത് ദിലീപ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തി എന്നത് തങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ കാര്യം നമുക്ക് പറയാവുന്നത് അബാദ് പ്ലാസയിലെ ആ ഗൂഢാലോചനയാണ്. അബാദ് പ്ലാസയിലെ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് ഗൂഢാലോചന തെളിയിക്കുന്നതിൽ മാത്രമല്ല മോട്ടീവ് തെളിയിക്കുന്നതിലും ഏറ്റവും പ്രധാനമാണ്. ഈ രണ്ട് കാര്യവും തെളിയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബാദ് പ്ലാസയിലെ 410-ാം മുറിയിൽ വെച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ കണ്ടു, കൊട്ടേഷൻ ഉറപ്പിച്ചു, 1.5 കോടിയുടെ എന്നുള്ള കാര്യമാണ്. എന്തിന് അങ്ങോട്ട് പൾസർ സുനിയെ ദിലീപ് വിളിച്ചു വരുത്തി എന്നിടത്താണ് ഇതിനുള്ള മോട്ടീവ് പറയുന്നത്. അതായത് അമ്മയുടെ ആ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അവിടെ വെച്ച് അതിജീവിതയും ദിലീപും തമ്മിൽ പ്രശ്നമുണ്ടായി. അതുപോലെ തന്നെ കാവ്യമാധവനും അതിജീവിതയും തമ്മിൽ വഴക്കുണ്ടായി. കാവ്യമാധവൻ കരഞ്ഞു. അവിടെ സിദ്ദിഖ് ഇടപെട്ട് താക്കീത് ചെയ്തു അതിജീവിതയെ. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. പിന്നെ അതിനു മുൻപ് ഇടവേള ബാബുവിനോട് പരാതി പറഞ്ഞത് അതിജീവിത തനിക്ക് സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള കാര്യം. ഇവിടെയൊക്കെ നിർണായകമാകേണ്ടിയിരുന്നത് ആരുടെ മൊഴികളാണ്? അമ്മയിലെ ഇതേ താരങ്ങളുടെ, ഒട്ടുമിക്ക താരങ്ങളും അന്ന് റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അതിജീവിതയ്ക്ക് അനുകൂലമായ ഒരു മൊഴി വന്നില്ല? സിദ്ദിഖ് മൊഴി മാറ്റുകയായിരുന്നു. ഹോസ്റ്റൈലായി മാറുകയാണ് ഉണ്ടായത്, താൻ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന കാര്യം പറയുന്നു. ഇടവേള ബാബുവും ഓർക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ മറ്റുള്ള താരങ്ങളും അതേ രീതിയിലുള്ള മൊഴി തന്നെ. അത് റിമി ടോമിയുടെ കാര്യം പോലുമുണ്ട്. റിമി ടോമി ഇങ്ങനെ ഒരു പ്രശ്നം വിദേശത്ത് വെച്ച് നടന്നിട്ടില്ല, ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതുമാത്രമല്ല കാവ്യമാധവനും അതിജീവിതയും റിമി ടോമിയും ഒന്നിച്ച് താമസിച്ചിരുന്ന മുറിയിലേക്ക് ദിലീപ് വന്നു എന്നുള്ള കാര്യവും അവിടെ നടന്ന സംഭവം ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും റിമി ടോമി പറയുന്നു. അങ്ങനെ ഇതെല്ലാം ദിലീപിന് അനുകൂലമായ വാദങ്ങളായി വരികയാണ്. പ്രേരണ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അബാദ് പ്ലാസയിലേക്ക് വരികയാണെങ്കിൽ പൾസർ സുനിക്ക് അബാദ് പ്ലാസയിൽ വരാൻ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് അമ്മയിലെ താരങ്ങൾ മൊഴി നൽകിയത്. കാരണം അവിടെ ആക്സസ് ഉണ്ടായിരുന്നില്ല. അവിടെ താരങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു റിഹേഴ്സൽ ക്യാമ്പാണ്. അങ്ങോട്ട് മറ്റുള്ള ആളുകൾക്ക് പുറത്തു നിന്ന് ഡ്രൈവർ പോലുമാണെങ്കിൽ പോലും അങ്ങോട്ട് വരാൻ പറ്റുകയില്ല എന്നുള്ള കാര്യമാണ് താരങ്ങൾ പറഞ്ഞത്. ഇനി ഈ താരങ്ങളുടെ അനുമതിയോടുകൂടി ആർക്കെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴും സിദ്ദിഖ് പറഞ്ഞത്, ആ റിഹേഴ്സൽ ക്യാമ്പിന്റെ ചുമതലയുണ്ടായിരുന്ന സിദ്ദിഖ് പറഞ്ഞത് അങ്ങനെ പറ്റുകയില്ല എന്നുള്ളതായിരുന്നു. അത് അടച്ചിട്ട മുറിയിലായിരുന്നു, അവിടെ പുറത്തു നിന്നുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നാണ്. പിന്നെ അവസാനം പ്രോസിക്യൂഷൻ അബാദ് പ്ലാസയിലെ ആ ഗൂഢാലോചന തെളിയിക്കുന്നതിന് വേണ്ടി ആശ്രയിച്ചത് 120-ാം നമ്പർ വിറ്റ്നസിനെയാണ്. അതായത് പൾസർ സുനിയുടെ സുഹൃത്ത് എന്ന ഒരാളിനെയാണ്. ആ സുഹൃത്താണ് മൊഴി നൽകിയത്. അബാദ് പ്ലാസയിലേക്ക് പൾസർ സുനി പോകുന്നത് കണ്ടു, ഈ സ്റ്റേജ് ഷോയ്ക്കുള്ള ടിക്കറ്റ് തരപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. പക്ഷേ അകത്തേക്ക് പോയയാൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. പിന്നെ ഫോൺ വിളിച്ചപ്പോൾ തന്നോട് പൊക്കോളാൻ പറഞ്ഞു, അവിടെ ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ അത്യാവശ്യ കാര്യങ്ങളാണ് ഗൂഢാലോചനയായിട്ട് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത് കോടതിയിൽ. പക്ഷേ ആ മൊഴി വിശ്വസിക്കുവാൻ കോടതി തയ്യാറായില്ല. കാരണം വൈകി ചേർത്ത ഒരു സാക്ഷിയായിരുന്നു അയാൾ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന താരങ്ങളായിരുന്നു അവിടെ നിർണായകമായിട്ട് മൊഴി നൽകേണ്ടിയിരുന്നത്. പക്ഷേ അവരാരും ദിലീപിനെ എതിർത്തുകൊണ്ടുള്ള ഒരു മൊഴി നൽകിയില്ല എന്നുള്ളത് ഈ ഘട്ടത്തിൽ, അതായത് അതാണ് അമ്മയുടെ മൊഴിമാറ്റം എന്ന് തന്നെ ഇതിന് പറയാം. അമ്മയിലെ താരങ്ങൾ ദിലീപിന് അനുകൂലമായി മൊഴി നൽകുകയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മഞ്ജു വാര്യർ തുടക്കത്തിൽ നൽകിയിരുന്ന ഈ മൊഴി, അതുപോലെ തന്നെ അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ മൊഴി, അതിജീവിതയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴി, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അതുപോലെ അതിജീവിതയെ അനുകൂലിച്ചിരുന്ന
നടിമാർ അവർ നൽകിയ മൊഴി ഇതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴിയായിട്ട് നൽകിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി തള്ളിക്കളഞ്ഞത്. ആ കാര്യം ഓരോ മൊഴിയിലും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു.